ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കുതിച്ച ആട് 3 പാർട്ട് 1 ലാസ്റ്റ് റൈഡ്. ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം ബുക്ക് മൈ ഷോയിലും തരംഗമായി മാറുകയാണ്. വമ്പൻ ട്രെൻഡിംഗിൽ തുടരുന്ന ചിത്രം ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കേരള ഓപ്പണിംഗ്, ആഗോള ഓപ്പണിംഗ് ആയി മാറിയിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ഹിറ്റ്. ആട് 3 ആറാടുന്നു. പാപ്പനും പിള്ളേരും തിയേറ്ററിൽ അഴിഞ്ഞാടുന്നു. പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു ചിത്രം. ബുക്കിംഗിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് ഷാജി പാപ്പൻ. തിയേറ്ററിൽ കൂവൽ കിട്ടിത്തോറ്റ സിനിമയാണ് ആടൊരു ഭീകരജീവിയാണെന്ന ചിത്രം. എന്നാൽ 1ഉം 2ഉം വന്നു. ഇപ്പോൾ ഇതാ മൂന്നാം ഭാഗമെത്തി ഞെട്ടിച്ചു. ആട് 3 ബോക്സ് ഓഫീസിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തുകയാണ്. റിലീസ് ചെയ്ത് ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനം നേടിയ ചിത്രം ബുക്ക് മൈ ഷോയിലും പുതിയ റെക്കോർഡുകൾ കുറിക്കുകയാണ്. മണിക്കൂറിൽ 23,000-ലധികം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റഴിക്കപ്പെടുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന 4ാമത്തെ ചിത്രമെന്ന നേട്ടവും ആട് 3 സ്വന്തമാക്കി. എമ്പുരാൻ, തുടരും, ലോക എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഈ നേട്ടം കൈവരിക്കുന്ന സിനിമയായി ആട് 3 മാറിയിരിക്കുന്നത്. ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ കേരള ഗ്ലോബൽ ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി ആട് 3 മാറിയിരിക്കുകയാണ്. ആദ്യ അവസാനം മുതൽ ചിരിയും ത്രസിപ്പിക്കുന്ന ഫാന്റസി ദൃശ്യങ്ങളും നിറഞ്ഞ ഒരു തിയേറ്റർ അനുഭവം തന്നെയാണ് ആട് 3 നൽകുന്നത്. ആട് ഫ്രാഞ്ചൈസിയുടെ ആരാധകരെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് മൂന്നാം ഭാഗം ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് പരിഗണിച്ച് കേരളത്തിലുടനീളമുള്ള എക്സ്ട്രാ ഷോകളും കൂടുതൽ സ്ക്രീനുകളും അനുവദിച്ചിട്ടുണ്ട്. ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിം കമ്പനിയും ചേർന്നാണ് ആട് 3 നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യ സിനിമ തന്നെ പരാജയപ്പെടുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു സിനിമയ്ക്കുള്ള അവസരം പോലും ഇല്ലാതാവുന്ന ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ലോക സിനിമാ ചരിത്രത്തിൽ പരാജയപ്പെട്ട സിനിമയ്ക്ക് രണ്ടാം ഭാഗവും അതിൽ മൂന്നാം ഭാഗവും, മൂന്നാം ഭാഗത്തിന് രണ്ടാം ഭാഗവും വരികയാണ്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ആടിന്റെ മൂന്നാം ഭാഗം എത്തിച്ചേർന്നതും വളരെ ആവേശകരമായി. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി പാപ്പന്റെയും പിള്ളേരുടെയും മൂന്നാം വരവ് അതിഗംഭീരമാക്കിയിരിക്കുകയാണ് ബോക്സ് ഓഫീസും. ഇത് മൂന്നാം അംഗം തന്നെ. ആദ്യ 2 ഭാഗങ്ങളിലെയും പ്രധാന കഥാപാത്രങ്ങൾക്ക് ഗംഭീര ഇൻട്രോ കൊടുത്തുകൊണ്ട് തന്നെയാണ് മൂന്നാം ഭാഗവും ആരംഭിക്കുന്നത്. പാപ്പൻ, അറക്കൽ ബാബു, സർബത്ത് ഷമീർ, സാത്താൻ സേവ്യർ, ഡ്യൂഡ് തുടങ്ങിയവരുടെ ഇൻട്രോയെല്ലാം തിയേറ്ററുകളിൽ ആരാധകരെ ആവേശത്തിലാക്കും. ആദ്യ 2 ഭാഗങ്ങൾ പോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ നടന്നുപോകുന്ന കാര്യങ്ങളെല്ലാം മൂന്നാം ഭാഗത്തിലുമുണ്ട്. ഒരു ടൈം ട്രാവൽ ഫാന്റസി കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ ആട് 3യെ വിശേഷിപ്പിക്കാം. മുൻ ജന്മവും ഈ ജന്മവും ഇനി വരുന്ന ജന്മവുമെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിയാണ് ആട് 3 ഒരുക്കിയിരിക്കുന്നത്. അടിമുടി ഹാസ്യം നിറഞ്ഞ ഒരു ചിരിപ്പടം തന്നെയാണിത്. ചിരിക്കു പുറമെ ആക്ഷനും പ്രാധാന്യം നൽകുന്നുണ്ട് ഈ മൂന്നാം ഭാഗത്തിൽ. നാടൻ തല്ലിനു പുറമെ യുദ്ധവും പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട് ആട് 3. അതുപോലെ വിദേശികളായ താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പാപ്പന്റെ സ്റ്റൈൽ ലുക്ക് തന്നെയാണ്. ആട് 3യിലെ പാപ്പന്റെ വസ്ത്രങ്ങളും ട്രെൻഡാകുമെന്ന് ഉറപ്പാണ്. പാപ്പന്റെയും പിള്ളേരുടെയും യാത്ര പക്ഷേ ഇവിടെയും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ആട് 3 നൽകുന്ന സൂചന. യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ഭാവിയും ഭൂതവും തമ്മിലാണോ ആ യുദ്ധം, അതോ ആരെല്ലാം തമ്മിലാകും ആ യുദ്ധം എന്നത് ഇനി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും പ്രേക്ഷകന് ആഘോഷിക്കാൻ പറ്റുന്നതെല്ലാം ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് സംവിധായകൻ. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.